ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കും ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനി, അച്ഛന്മാരെ, പ്രിയപ്പെട്ട ബഹുമാന്യരായ എല്ലാവരുമേ, ക്രൈസ്തവ സാഹിത്യ സമിതിക്ക് ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞതായിട്ടുള്ളൊരു ദിവസമാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ മത മേഖലകളിലൊക്കെയും തന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള നാഴിക കല്ലുകളിലൂടെ യാത്ര ചെയ്തതായിട്ടുള്ള നമ്മുടെ അഭിവന്യ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ദർശനങ്ങളും ജീവിത സാക്ഷ്യങ്ങളും ജീവിതത്തിൻ്റെ വളരെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളെ തരണം ചെയ്തതിൻ്റെ അനുഭവങ്ങളും പ്രേക്ഷിത വൃത്തികളുമൊക്കെ അനാവരണം ചെയ്യുന്നതായിട്ടുള്ള ഒരു പുസ്തകം ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ എല്ലാവരുടെയും പേരിലുള്ള തിരുമേനിയോടുള്ള ഞങ്ങളുടെ കൃതജ്ഞത ഈ സമയത്ത് ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കിങ്ങനെ പ്രസിദ്ധീകരിക്കുവാൻ തക്കോണം തിരുമേനിയുടെ അവസരം തന്നതിൽ ഞങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ സന്തോഷം കൂടി അറിയിക്കും. ഈ പുസ്തകം നമുക്ക് നല്ലൊരു ദർശനത്തിൻ്റെ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ തിരുമേനി യാത്ര ചെയ്തതായിട്ടുള്ള ജീവിതത്തിൻ്റെ വൈവിധ്യമേറിയതായിട്ടുള്ള സാഹചര്യങ്ങളും അനുഭവങ്ങളുമൊക്കെ നമ്മുടെ ക്രൈസ്തവ മൂല്യ സംവേദന മേഖലകളിലൊക്കെ തന്നെ വളരെയധികം പ്രസക്തമായിട്ടുള്ള ചിന്താധാരകൾ രൂപപ്പെടുത്തും എന്നുള്ളതിൽ സംശയമില്ല. അതിന് ഇത് നിദാനമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിൽ മുഖ്യ പങ്കാളിത്തം ലഭിക്കുന്ന അഭിവന്യ മാർത്തോമ സഭയുടെ മാത്രമല്ല ക്രൈസ്തവ സാഹിത്യ മേഖലകളിൽ ഞങ്ങൾക്ക് ഓരോ വർഷവും അഭിവന്യ മദ്രാബന്ധ തിരുമേനിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തക്കവണ്ണമുള്ള ഭാഗ്യം ലഭിക്കുന്നു എന്നത് വളരെ സന്തോഷം തന്നതായിട്ടുള്ള വസ്തുതയാണ്. ഒരു കൊച്ചു സംഭവം കൂടെ ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നിന്നും ഒരു അക്രൈസ്തവനായ ഒരു വ്യക്തി കേരള സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ടൊരു വ്യക്തി ഈ കഴിഞ്ഞ ദിവസം രാവിലെ 8:30 മണിയായപ്പോൾ CSSൻ്റെ ഷോപ്പിൽ വരികയും 9 മണിക്കാണ് തുടങ്ങുന്നത്. അത്രയും സമയം അവിടെ നോക്കി നിന്നതിന് ശേഷം അകത്ത് വന്ന പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോയി. അദ്ദേഹം ഒരു ക്രൈസ്തവനാണ്. അദ്ദേഹം അഭിവന്യ മദ്രബന്ധ തിരുമേനിയുടെ ഈ അടുത്ത ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ചതായിട്ടുള്ള പുസ്തകം അദ്ദേഹം വായിച്ചതിന് ശേഷം ആണ് അവിടെ വന്നത്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി, ഈ പുസ്തകങ്ങളൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത തലമുറകൾക്ക് കൊടുക്കേണ്ടത്. ഞങ്ങളുടെ ഇടയിൽ ഇപ്രകാരമുള്ള പുസ്തകങ്ങളൊന്നും തന്നെയില്ല. വളർന്നു വരുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോകാതിരിക്കാൻ തക്കൊണ്ട് ഈ പുസ്തകമാണ് കൊടുക്കേണ്ടത്. ഇത് ഞാൻ വായിക്കുവാൻ തക്കൊണ്ട് വേണ്ടത്. അദ്ദേഹം വായിച്ചത് ഇവിടെ നിന്ന് നമ്മൾ പോസ്റ്റൽ വഴിയായിട്ട് അയച്ചു കൊടുത്ത് അതിലൂടെയാണ് അദ്ദേഹം വായിച്ചത്. അതിൻ്റെ ഒരു സാക്ഷി ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കൊണ്ട് സാധിച്ചു. അങ്ങനെയുള്ള വളരെ മൂല്യവത്തായ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് ഓരോ വർഷവും തിരുമേനിയിലൂടെ ലഭിക്കുന്നത് വളരെ ഭാഗ്യകരവും സന്തോഷം തന്നതായിട്ടുള്ള വസ്തുതയാണ്. തിരുമേനി ഇതിൻ്റെ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. സന്തോഷവും രാജസ്ഥാനെ ഈ പുസ്തകത്തെ കുറിച്ച് ഒരു അല്പം കണ്ടുവന്നു. അതിനുശേഷം സ്നേഹാഭിവന്യനായ ഈ പുസ്തകം സ്വീകരിച്ച് അനുഗ്രഹിക്കുന്ന ഏറ്റവും ജോസഫ് ഭരണവാസ സഭയെന്നുള്ള കുടുംബത്തിന് അഭിവന്യ ഐസക്മാർ ഫിലിക്സിനസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭിവന്യ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമേനി, ബഹുമാന്യരായ ശൈലിക ശ്രേഷ്ഠരെ, പ്രിയമുള്ളവർ, ഇന്നൊരു പുസ്തകത്തിൻ്റെ ഒരു പ്രവേശനോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. സ്കൂളുകളിലൊക്കെ പ്രവേശനോത്സവം എന്ന് പറയുന്നത് കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാം വലിയ ഉത്സവമാണ്. അതുപോലെ ഇന്ന് മാരാമൺ കൺവെൻഷൻ്റെ 229ാമത് കൺവെൻഷൻ നടക്കുമ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രവേശനോത്സവം നടക്കുന്നു എന്നത് വലിയ അഭിമാനകരമായ കാര്യമാണ്. പമ്പാ നദിയോട് ചോദിച്ചാൽ
പമ്പാ നദിയുടെ വിശേഷങ്ങൾ പറയാനായിട്ട് പറഞ്ഞാൽ അതിന് ഒത്തിരി വിശേഷങ്ങൾ പറയാൻ കാണും. ഞാൻ ഒഴുകിയ ഇടങ്ങളെയെല്ലാം ഞാൻ അനുഗ്രഹിച്ചൊഴുകി. മാരാമണ്ണിൽ വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി എൻ്റെ ഹൃദയ ഭൂമി ഞാൻ ഈ കൺവെൻഷന് വിട്ടുതന്നു. അവിടെ വചനത്തിൻ്റെ അരുവികൾ അവിടെ നിന്ന് പുറപ്പെടുന്നു. അതെൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണെന്ന് പമ്പാ നദി പറയുന്നുണ്ടാകും. ദൈവത്തിൻ്റെ കൃപയൊഴുകുന്ന എല്ലാ നദികൾക്കും ഒത്തിരി കഥകളും അനുഭവങ്ങളും പറയാനുണ്ടാകും. ഈ പുസ്തകത്തിൻ്റെ പേര് കൃപയുടെ അരുവിയിൽ നിന്നൊന്നാണ്. അഭിമന്യ എബ്രാമ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനിയുടെ ജീവിതത്തിൽ ദൈവകൃപയുടെ അരുവികൾ ഒഴുകിയപ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ സമൂഹത്തിന് ലഭിച്ചത്, അത് താനതിനെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു ഭാഗമാണ്. അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർ മെത്രാപ്പോലീത്ത തിരുമേനി ഈ പുസ്തകത്തിൻ്റെ അവതാരിക നൽകിയത് ഈ പുസ്തകത്തിൻ്റെ ഒരു കിരീടം തന്നെയാണ്. കാരണം തിരുമേനി പറയുന്നുണ്ട്, ഹൈറേഞ്ചിൽ നിന്നൊരു നദി പുറപ്പെടുന്നെന്നാണ് തിരുമേനി അവതാരികയെ പറയുന്നത്. കാരണം തിരുമേനി പൗലോസ് തിരുമേനി ജനിച്ചത് പാമ്പനാറാണ്. കാരണം ഫാദർ എന്ന് അവിടെ പാമ്പനാർ എസ്റ്റേറ്റിലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും മനോഹരമായൊരു വാചകം, എല്ലാം മനോഹരമാണ്, എന്നാലും അതിൽ തിരുവനന്തപുരം തിരുമേനി പറയുന്ന ഒരു വാചകം, ആകാശവും ഭൂമിയും താലോലിച്ചു വളർത്തിയ പുത്രൻ കെയു അബ്രഹാം എന്ന നിലയിൽ വളർന്ന് ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ കാൽവറിയിൽ പരമയാഗമായി തീർന്നതിനു വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചതിൻ്റെ കഥയാണ് ഈ കൃപയുടെ അരുവിയിൽ നിന്നുള്ള പുസ്തകമാണ്. സത്യത്തിൽ അതിനൊക്കെ വലിയൊരു സാക്ഷ്യം ആ പുസ്തകത്തെക്കുറിച്ച് പറയാനില്ല. ഇതിൻ്റെ 27 തിരുമേനിയുടെ ധ്യാനങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ജീവിത അനുഭവങ്ങൾ പറയുന്നതാണ് 2ാം ഭാഗം. 3ാം ഭാഗം വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള തിരുമേനിയുടെ പ്രതികരണങ്ങളാണ്. പിന്നെ ഏറ്റവും അവസാനം തിരുമേനിയുടെ എപ്പിസ്കോപ്പൽ സ്ഥാനാഭിഷേക ശുശ്രൂഷയിൽ ഭാഗ്യസ്മരണീയനായ അഭിമന്യ ഈവറിച്ച് മാത്താന് സഫറ മെത്രാപ്പോൾ തിരുമേനി ചെയ്ത പ്രഭാഷണം, അതോടൊപ്പം ആ സമ്മേളനത്തിൽ സ്വീകരണ സമ്മേളനത്തിൽ പൗലോസ് തിരുമേനി ചെയ്ത മറുപടി പ്രസംഗം, ഇതെല്ലാം ഉൾക്കൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു കണ്ടന്റ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിനകത്ത് തിരുമേനി കണ്ടെത്തിയായിട്ടുള്ള ജീവിത വഴികളിൽ കണ്ട ആളുകൾ, അവരുടെ തിരുമേനിയിൽ സ്വാധീനം ചെലുത്തിയവർ, അപ്പോൾ അങ്ങനെയുള്ള ആ ഇടങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ, ആ വ്യക്തികളുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതായിട്ടുള്ള കൃത്യമായ അനുഭവം, ഇതെല്ലാം കൂടി ചേർന്ന് ഒഴുകുന്ന ഒരു കൃപയുടെ അരുവിയാണ് ഈ കൃപയുടെ അരുവിയിൽ നിന്നുള്ള പുസ്തകം. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച വളരെ കമനീയമായ രീതിയിൽ അതിൻ്റെ ഏറ്റവും മനോഹാരിതയിൽ ഇത് പ്രസിദ്ധീകരിക്കും നമ്മുടെ CS ആണ്. ചാർലി അച്ഛനൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതുപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് വർക്കിലൊക്കെ വളരെ സഹായിച്ച ബെഞ്ചമിൻ സാറുണ്ട്, മാനേജർ ബിജോയ് സാറുണ്ട്. അതുപോലെ ഇത് തയ്യാറായ നിമിഷങ്ങളിൽ അപ്പോഴപ്പോൾ തന്നെ ഇതെല്ലാം DTP ചെയ്ത് സഹായിച്ചതായിട്ടുള്ള സൂസൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അനേക പേര് ഇതിൻ്റെ ഈ അരുവിയുടെ ഈ ഒഴുക്കിനെ നിർബാധം ഒഴുകുവാനായിട്ട്, അതുപോലെ ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സിലെ ദീപക് സാറ്, അപ്പോൾ ഇങ്ങനെ അതിനകത്ത് ആ നിർബാധം ഒഴുകുവാനായിട്ട് ഈ പുസ്തകം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒഴുക്കാണ്. ഇടയ്ക്ക് എപ്പം വേണമെങ്കിലും തടസ്സം വരാവുന്നതാണ്. പിന്നെ അതിനെ മാത്യു ദാനിയേലച്ചനുണ്ട്. ഈ പേരൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെ ആ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ടതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ എല്ലാവരുടെയും ഒരു അനുഗ്രഹം ഏറ്റുവാങ്ങിയ തിരുമേനിയെ ദൈവം എങ്ങനെ അനുഗ്രഹമാക്കി തീർത്തു എന്നുള്ളത് എബ്രാമാർ പൗലോസ് തിരുമേനി പറയുന്നുണ്ട്. പേരിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാം എന്ന് പറയുന്ന ദൈവം വിളിച്ച് അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ അനുഗ്രഹമായിട്ട് തീർത്ത ഒരാളാണ്. അതുപോലെ പൗലോസ് എന്ന് പറയുന്നത് ഏറ്റവും വിശ്വാസ തീക്ഷ്ണതയോടുകൂടി സുവിശേഷ തീക്ഷ്ണതയോട് ജ്വലിച്ച് പ്രകാശിച്ചവരാണ്. അവരുടെ ആ പേരുകൾ എൻ്റെ പേരിൽ ഈ സഭ നൽകിയപ്പോൾ അത് സമന്വയിപ്പിച്ച് നൽകിയത് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് അഭിനന്ദ തിരുമേനി തന്നെ ആത്മകഥാപരമായ ഭാഗത്ത് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാനിരുന്ന ഒത്തിരി പറയാനായിട്ടുണ്ട്, എന്നാൽ വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വലിയ ദൈവകൃപയുടെ ഈ ഒരു സമുദ്രത്തിൻ്റെ തുള്ളികളിൽ എവിടെ തൊട്ടാലും അതിൻ്റെ ഉപ്പുരസം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഒരു നദിയിലെ ഒരു പുണ്യ നദിയുടെ ആണെങ്കിൽ എവിടെ ഇറങ്ങിയാലും അതിൻ്റെതായ കുളിർമ അത് സമ്മാനിക്കും എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ആ കൃപയുടെ കുളിർമയും ഉണർവും സമ്മാനിക്കുവാൻ ഈ പുസ്തകത്തിൻ്റെ വായനാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അഭിമന്യ തിരുവനന്തപുരം തിരുമേനിയാണ് പ്രകാശനം ചെയ്യുന്നത്. അഭിമന്യ ജോസഫ ബർന്നബാസ് സഫറൻ മെത്രാപ്പോൾ തിരുമേനി എപ്പോഴും തിരുമേനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദര സ്ഥാനീയനായി നിന്ന് സ്വന്തം അനുജനെ ചേർത്ത് പിടിക്കുന്നത് പോലെ ബർന്നബാസ് തിരുമേനി എപ്പോഴും പൗലോസ് തിരുമേനിയെ അത്തരം സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന വ്യക്തിത്വമാണ്. അപ്പോൾ അങ്ങനെ അഭിമന്യ തിരുവനന്തപുരം തിരുമേനി ബർന്നബാസ് തിരുമേനിക്ക് നൽകിക്കൊണ്ട് ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കുകയാണ്. ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി CSS
ഈ ഗ്രന്ഥം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെ നാമത്തിൽ പ്രകാശനം ചെയ്തുകൊള്ളുന്നു. ഇതിൻ്റെ ചെറിയ വാക്ക് ഒന്ന്, CSS ഇത് പ്രസിദ്ധീകരിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ. ഈ പുസ്തകം വായിക്കുന്നതിനായിട്ട് ശ്രമിക്കണം. ചിന്തകളുള്ള ഈ വലിയ നോമ്പിൻ്റെ കാലത്ത് ഏറെ അർത്ഥവത്തായിട്ട് തിരികെയും ചെയ്യുന്നതാണ്. 2, 12 തിരുമേനിമാരിപ്പോൾ നമുക്കുണ്ട്. CSSൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് 12 പുസ്തകങ്ങൾ എല്ലാവരും പ്രസിദ്ധീകരിക്കാൻ ഇടയാകട്ടെ എന്നത് ആശംസിക്കുന്നു. 3ാമതായിട്ട് തിരുമേനി അബ്രഹാം പൗലോസ് തിരുമേനി നോർത്ത് അമേരിക്ക പ്രതിഭാസത്തിലേക്ക് മാറ്റപ്പെട്ടതായുള്ള സാഹചര്യത്തിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം കെട്ടിപ്പിറക്കി നോക്കിയ അവസരത്തിൽ കിട്ടിയതായുള്ള എല്ലാ ചിന്തകളും അനുഭവങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഷാജി സാർ പറഞ്ഞ പോലെ ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കയിലിരിക്കുന്നതായുള്ള അവസരത്തിൽ കൂടുതൽ ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിനായിട്ടും അനുഭവങ്ങളൊക്കെ പങ്കിടുന്നതിനായിട്ടും എനിക്കിടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്ന് പറഞ്ഞു ചേർന്ന് എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു.